എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫുറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്ര വൈകിയാലും നിങ്ങൾ എവിടെയായിരുന്നാലും ആ വ്യക്തി നിങ്ങളെ തേടി വരുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പൈലുകളിലേക്ക് പോകാം. ഒന്നാമത്തെ റൗണ്ട് ഷേപ്പിലുള്ള നക്ഷത്രവും ആ റൗണ്ട് ഷേപ്പിലുള്ള ഈ പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ എവിടെയായിരുന്നാലും എത്ര വൈകിയാലും ആ വ്യക്തി നിങ്ങളെ തേടിയെത്തും. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കും. നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ അതൊന്നും ആ വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കുന്നില്ല. ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി എത്തിയിരിക്കും. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ ആ വ്യക്തിക്കാവില്ല. ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഇഷ്ടം, സ്നേഹം അത് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. ഒരുപാട് പേര് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. അവർ പല വ്യാജ കഥകളും ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി കൃത്യമായ സ്നേഹം നിങ്ങളോട് കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഉണ്ട്. ആ വ്യക്തി അകലെയാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം കാണിക്കാതിരിക്കാനോ നിങ്ങളോട് അനുഭാവം കാണിക്കാതിരിക്കാനോ കഴിയില്ല. കാരണം അത്രത്തോളം മാനസികമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു. കാണുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഒരുപക്ഷെ അകൽച്ചയുണ്ടാകാം, നിങ്ങളോട് താല്പര്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് കഴിയില്ല നിങ്ങളെ വെറുക്കാൻ. നിങ്ങളെത്ര ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങളെക്കുറിച്ച് പറയുകയും നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു പ്രശ്നത്തിലല്ല, ഒരു കാര്യത്തിലല്ല, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളോടൊത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളോടൊത്ത് നിലപാടെടുത്ത് എന്നെന്നും ജീവിതത്തിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കും. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ആ വ്യക്തി അനുഭവിച്ച പ്രശ്നങ്ങൾ, ആ വ്യക്തി അനുഭവിച്ച കാര്യങ്ങൾ, അതെല്ലാം പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ പല ഘട്ടങ്ങളും ആ വ്യക്തിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് വേദനകൾ കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി കൃത്യമായിട്ട് അറിയാം. വേദനകൾക്കിടയിൽ നിങ്ങൾ നൽകിയ സ്നേഹം ആ വ്യക്തിക്ക് ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. ആ സ്നേഹവും ആ കരുതലും ആ വ്യക്തിയെ വളർത്തി, ആ വ്യക്തിയെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റി. നിങ്ങൾ നൽകിയ പിന്തുണയാണ് ആ വ്യക്തിക്ക് എന്നും പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളെ എന്നും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ ഒരു കണ്ണ്, ഹൃദയം എല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളെ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അകലെ പോയാലും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അല്ലാതെ ആ വ്യക്തിക്ക് കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് ഈ നക്ഷത്രം പൈലാശി വെച്ച റീഡിങ്ങിലേക്ക് പോകാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിങ്ങലായിട്ട് നിങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ഹൃദയം ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾ നേടുന്ന മുന്നേറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നേടുന്ന വിജയങ്ങൾ, അതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു നല്ല മനസ്സ് ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, നിങ്ങളുടെ മനസ്സ് ഒന്ന് വിഷമിച്ചു പോയാൽ അത് ഓർത്ത് സങ്കടപ്പെടാനും ആ വ്യക്തി ഇരിക്കുകയാണ്. കാരണം നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ മനസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. നിങ്ങൾക്ക് ദുരിതവും ദുഃഖവും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ല. എപ്പോഴും
നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് നിങ്ങൾക്കൊപ്പം നിലകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള മഹത്തായൊരാഗ്രഹം ആ വ്യക്തിക്കുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. എത്രയെത്ര പ്രതിസന്ധികൾ ആ വ്യക്തി ജീവിതത്തിൽ തരണം ചെയ്തിട്ടുണ്ടെന്നോ, എത്രയെത്ര പ്രശ്നങ്ങൾ ആ വ്യക്തി ജീവിതത്തിൽ തരണം ചെയ്തിട്ടുണ്ടെന്നോ, എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വളരെ സൗമ്യമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു ഹൃദയം. ചിലപ്പോൾ നേരിട്ടുള്ള പെരുമാറ്റങ്ങളിൽ ആ വ്യക്തി നിങ്ങളോടുള്ള പെരുമാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളോടുള്ള ഇഷ്ടം പറയില്ല. പക്ഷേ എന്നെന്നും നിങ്ങൾക്കൊപ്പം ജീവിക്കാനും എന്നെന്നും നിങ്ങൾക്കൊപ്പം ജീവിതത്തിൽ വിജയം ഉണ്ടാകാനും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനും നിങ്ങളുടെ കീർത്തി, നിങ്ങളുടെ മുന്നേറ്റങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആ വ്യക്തിയുടെ സ്വപ്നം തന്നെ നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വിജയങ്ങളും അത് നേടി മുന്നോട്ട് പോവുക. നിങ്ങൾ നേടുന്ന ഓരോ മുന്നേറ്റങ്ങളും അത് നേടി മുന്നോട്ട് പോവുക. അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിജയമാണ്. ആ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടം പോലുമില്ല. എപ്പോഴും നിങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് നിങ്ങളെ സ്നേഹിച്ച് ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. ഒരു പ്രശ്നവും ഒരു പ്രതിസന്ധിയും ഒരു കാര്യവും നിങ്ങളില്ലാതെ ആ വ്യക്തിക്കില്ല. എപ്പോഴും നിങ്ങളെ ആഗ്രഹിച്ച് നിങ്ങളെ മനസ്സാവചിച്ച് നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് നിങ്ങളുടെ ഒപ്പം സഞ്ചരിച്ച് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ഒരുപാട് ഘട്ടങ്ങൾ തരണം ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്നെന്നും ഹൃദയത്തിൽ സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേരുണ്ട് ആ വ്യക്തി മറക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് പേരുണ്ട് ആ വ്യക്തി അടുക്കാൻ ആഗ്രഹിക്കാത്ത. അവയിൽ നിന്നെല്ലാം നിങ്ങളൊരു തിളങ്ങുന്ന നക്ഷത്രം പോലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറി നിൽക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടാകാം. രണ്ട്, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാകാം. മാത്രമല്ല നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഇഷ്ടശക്തി നിങ്ങളെ കൂട്ടിയിണക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിക്കാൻ ആ ശക്തിയുടെ ഒരു തീരുമാനമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഞങ്ങളെ ഒരുമിപ്പിക്കണമേ. ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥന ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് എത്ര അകലെപ്പോയാലും എത്ര പ്രതിസന്ധികൾ നേരിട്ടാലും നിങ്ങളൊരുമിച്ച് ഒന്നായി മുന്നോട്ട് പോകും. നിങ്ങളെ ഒരു പ്രശ്നവും പ്രതിസന്ധിയും ബാധിക്കില്ല. വളരെ ആത്മാർത്ഥമായ ഒരു ജീവിത ശൈലി. എത്ര പ്രതിസന്ധികൾ, അതിനെല്ലാം നിങ്ങൾ തരണം ചെയ്ത് ഒന്നാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.